ഗാസ വെടിനിർത്തലിന് പുതിയ പദ്ധതിയുമായി US. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗാസയിലെ വെടിനിർത്തൽ കരാറിനായുള്ള USന്റെ പുതിയ പദ്ധതി ഏതാനും ദിവസത്തിനകം തയ്യാറായേക്കും. ഖത്തറും ഈജിപ്തും USും ചേർന്ന് നേരത്തെ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് പുതിയ വ്യവസ്ഥകളോടെ കരാർ ഒരുങ്ങുന്നത്. നിലവിൽ രണ്ട് കാര്യങ്ങളിലെ തർക്കമായിരുന്നു കീറാമുട്ടി. തെക്കൻ ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലഡൽഫിയ ഇടനാഴിയിൽ സൈന്യം തുടരുമെന്ന ഇസ്രായേൽ നിലപാടിലും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേൽ ജയിലിൽ നിന്ന് വിട്ടയക്കേണ്ട പാലസ്തീൻ തടവുകാരുടെ എണ്ണം സംബന്ധിച്ചുമാണ് തർക്കം. ഈ തർക്കം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹമാസിനൊപ്പം സൗദി അറേബ്യ അടക്കം 5 അറബ് രാജ്യങ്ങൾ യുദ്ധാനന്തരവും ഫിലഡൽഫിയ ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം തുടരാനുള്ള നീക്കത്തെ എതിർക്കുന്നു. അതേസമയം ഇസ്രായേൽ സൈന്യം ഗാസയിലെങ്ങും തുടരുന്ന ആക്രമണങ്ങളിൽ ഇന്നലെ 18 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ 40,878 പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 94,454 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.